ഒരു എഡിറ്റർ നല്ലൊരു ടെക്നീഷ്യൻ ആയിരിക്കണോ, നല്ലൊരു സ്റ്റോറി ടെല്ലർ ആയിരിക്കണം? എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം? ടെക്നീഷ്യൻ ആവുക എന്നുള്ളത് ഒരു ചിലപ്പോൾ 4-5 മാസം കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ കഥ പറയാൻ ഉള്ള കഴിവെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് ഓരോ സ്റ്റേജ് കഴിയുന്തോറും നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഇപ്പോൾ എൻ്റെ കരിയറിൽ സംഭവിച്ച സിനിമകളിലൊന്നും ഇങ്ങനെ ആൾക്കാരുടെ ഫീഡ്ബാക്ക് ഇതുപോലെ കിട്ടിയിട്ടില്ല. ചിലപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ചിലപ്പോൾ ആ ഒരു സീനിൽ മാത്രമുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും. അപ്പോൾ അവർ അത്രയും ആഗ്രഹിച്ചിട്ടൊക്കെ ചെയ്തായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അത് നമ്മൾ കളയാന്ന് പറയുന്നത് ശരിക്കും കുറേ രീതിയിൽ ഇത് ബാധിക്കുന്നുണ്ട്. ശരിക്കും വെള്ളിമൂങ്ങ ചെയ്യുമ്പോൾ നമുക്ക് പേടി ഉണ്ടായിരുന്നില്ല, സിനിമ ചെയ്യുകയാണെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കഴിയുമ്പോഴാണ് നമുക്ക് ഓരോ പ്രൊജക്റ്റ് കഴിയുമ്പോഴാണ് നമുക്ക് ഉത്തരവാദിത്തം കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ചെയ്യുന്നതിൽ അത്രയും ശ്രദ്ധ പോരാ. ഇപ്പോൾ തമാശയാണെങ്കിലും അതെ, അതല്ലെങ്കിൽ ഇമോഷണൽ കരച്ചിലാണെങ്കിലും അതെ, അളവ് കൂടുകയോ കുറയുകയോ ചെയ്താൽ അത് ചിലപ്പോൾ വർക്കാവാതെ പോകും. അതായത് ദൃശ്യം ഇറങ്ങുന്നത് വരെ മൊത്തത്തിൽ ക്രൂവിന് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. അതായത് പുള്ളി പെർഫോം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മിനിമലായിട്ടാണ് പെർഫോം ചെയ്യണേ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നത്. മലയാളം ഇൻഡസ്ട്രിയിലെ തന്നെ ബെസ്റ്റ് എഡിറ്റേഴ്സിൽ ഒരാളായ സൂരജാണ് ഇന്ന് ഫിൽമി ബീച്ചിനൊപ്പം ഉള്ളത്. വെൽക്കം. താങ്ക് യു. എക്കോ വളരെ നല്ല റെസ്പോൺസൊക്കെ കേട്ട് കുറേ നാളായി. ഇപ്പോൾ ഈ അടുത്ത് ധനുഷ് പറഞ്ഞിരുന്നു എക്കോ ഒരു വേൾഡ് ക്ലാസ് സിനിമയാണെന്ന്. അങ്ങനെ ഒരു വേൾഡ് ക്ലാസ് സിനിമയുടെ എഡിറ്ററാണ് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. എങ്ങനെയുണ്ട് എക്കോൻ്റെ റെസ്പോൺസ് ഒക്കെ കേട്ടിട്ട്? സാധാരണ നമുക്കിപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വിളിച്ചിട്ട് നന്നായി അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. എക്കോനെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഒരു 25 മിനിറ്റ് സംസാരിക്കും വിളിക്കുന്നവർ. അതായത് ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത് വേറെ വേറെ കഥകളാണ് മനസ്സിലാവുന്നത്. നമ്മളതിൽ പറയാതെ പോയിട്ടുള്ളത് ഓരോരുത്തർക്കും വേറെ വേറെ രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ ഒരു പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അവനവൻ്റെ കാഴ്ചയാണല്ലോ നമ്മൾ കാണുന്നത്. അതിൽ കാണാത്തത് അതല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ഓരോ വരികളും ഓരോരുത്തരുടെയും ഇമാജിനേഷൻ വേറെയാണ്. അപ്പോൾ അതുപോലെ എക്കോയ്ക്ക് എന്തൊരു പ്രത്യേകത ഉണ്ടെന്നാണ് മനസ്സിലാവണം. പലതും ഇപ്പോൾ ഒരു ബാങ്കിൽ നിന്നൊക്കെ വിളിച്ചിട്ട് നമ്മുടെ ഫ്ലാറ്റിൽ താമസിക്കുന്ന അവരെല്ലാവരും കൂടി ഒരു കോൺഫറൻസ് കോൾ ഇട്ടേക്കാണ്. 5 പേര് കൂടിയിട്ട് അവരൊരു 20 മിനിറ്റ് സംസാരിച്ചു. കുറേ സംശയങ്ങളുണ്ട്. ഈ മണികണ്ഠൻ എന്ന് പറയുന്നത് ആരാണ്, മ്ലാത്തിച്ചടത്തിയുടെ ഹിസ്റ്ററി എന്താണ്, അങ്ങനെ എല്ലാവർക്കും സംസാരിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ എൻ്റെ കരിയറിൽ സംഭവിച്ച സിനിമകളിലൊന്നും ഇങ്ങനെ ആൾക്കാരുടെ ഫീഡ്ബാക്ക് ഇതുപോലെ കിട്ടിയിട്ടില്ല. അതല്ലെങ്കിൽ ആൾക്കാർ അത്രയും ക്യൂരിയസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമാണ്. ഇപ്പോൾ എക്കോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ലൈക്ക് ഒരു എൻഡിങ്, കറക്റ്റ് ഒരു എൻഡിങ് അല്ലല്ലോ എക്കോയ്ക്ക് കൊടുക്കുന്നത്. നമുക്ക് ഇമാജിനേഷൻ ചെയ്യാൻ വിട്ടു തരുന്ന ഒരു എൻഡിങ് ആണ് തരുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ആൾക്കാരുടെ ഇടയിൽ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നൊരു ഡൗട്ട് തോന്നിയായിരുന്നോ? ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു ഉറപ്പായിട്ടും. അതായത് അപ്പോൾ നമ്മൾ ഏത് സിനിമ ചെയ്യുമ്പോഴും നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇത് ഷുവർ ഹിറ്റ് എന്നോ അല്ലെങ്കിൽ ഷുവർ ഫ്ലോപ്പ് എന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യത്തെ ഷോ കഴിയുന്നവരെ, അതല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ ഷോ കഴിയുമ്പോഴും ഇപ്പോൾ കൃഷിന്താണ്ടൊക്കെ ആദ്യത്തെ ഷോ കഴിയുമ്പോൾ പടം നല്ലതാണ് പക്ഷേ ആൾ കയറുമെന്ന് ഡൗട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ വൈകുന്നേരത്തെ ഷോ കഴിയുന്നത് വരെ അങ്ങനെ ടെൻഷനുണ്ട് ഉറപ്പായിട്ടും. പിന്നെ ചിലതൊക്കെ പറയണ്ട എന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ ക്ലൈമാക്സൊക്കെ ഒരു ഓപ്പൺ എൻഡിങ് പരിപാടി മതി, മറ്റേതൊക്കെ ട്രൈ ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ എഐയിലൊക്കെ കാണുന്ന ഒരു വിഷ്വൽ എൻഡിങ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. ചിലതൊക്കെ നമ്മൾ ഗ്രാഫിക്സിൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവസാനം പിന്നെ പറഞ്ഞാൽ അങ്ങനെ വേണ്ട, ആളുകൾ അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എടുക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പോൾ അത് തന്നെ എനിക്ക് തോന്നുന്നു പലർക്കും പല രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കണം. ഒരു ചെറിയ എഡിറ്റിങ്ങിലൊരു ചെറിയ സംഗതി, അതായത് ഇപ്പോൾ അവരവിടെ മ്ലാത്തിച്ചടത്തി അവിടെ പാറയിൽ പോയിരിക്കുന്നു. അതിന് കുറച്ച് ശരിക്കും ഷൂട്ട് ചെയ്തതിൽ കുറച്ച് ലീഡൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഇൻസിഡൻസ് എല്ലാം സംഭവിക്കുന്നത് ഇവർ അകത്തു പോയി ബൈനോക്കുലർ അലമാരയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് നടന്നു പോകുന്ന സീക്വൻസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എഡിറ്റിങ്ങിൽ ഒഴിവാക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് പിയൂസ് വന്ന് അവിടെ മ്ലാത്തിച്ചടത്തി ഇരിക്കുന്നത് കാണുന്നു. പിന്നെ ഇറങ്ങുമ്പോൾ മറ്റേ ഇത് കാണുന്നു, മുളയുടെ അത് കാണുന്നു. അപ്പോൾ അത് കാണുമ്പോൾ കയ്യിലെടുത്തിട്ട് പുള്ളി ആദ്യം വിരലുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും, അല്ല മീൻസ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കും, അതിൻ്റെ സ്മെല്ല് ചെയ്ത് നോക്കും. അപ്പോൾ അവർ സ്മെല്ല് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കിക്കൂടെ, ഇത് ആവശ്യമില്ല ആക്ച്വലി. അതായത് ഇത് ഫ്രഷ് ആണോ എന്നറിയല്ലേ വേണ്ടു. അപ്പോൾ അവന് മനസ്സിലാക്കുന്നത് അത് തൊട്ട് മുന്നത്തെ ദിവസം കൊടുത്തതാണ്, അതായത് ആൾ ജീവിച്ചിരിക്കുന്നുണ്ടാവാം എന്നുള്ളതാണ്.
പക്ഷേ ഈ സ്മെല്ല് ചെയ്യുന്നത് വെച്ചപ്പോൾ കുറേ ആൾക്കാർ വിചാരിച്ചേക്കുന്നത് അത് പോയ്സൺഡ് ആണ് ആ സാധനം. അതാണ് അവന് മനസ്സിലായത്. അതായത് ഈ സത്യം പുറത്ത് അറിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ ഇത് ലാസ്റ്റ് കൊണ്ടുപോയത് പോയ്സൺ ഉണ്ട്. അത് കണ്ടവരുടെ വേർഷൻസ് ആണ് കേട്ടോ. അതുപോലെ ഈ പറഞ്ഞ പോലെ അവസാനം കാണിക്കുന്ന നായ്ക്കളുടെ എണ്ണം കൗണ്ട് ചെയ്തിട്ടൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഇത്രയും ഇതിനു മുന്നേ കാണിച്ചിരുന്ന സമയങ്ങളിലൊക്കെ ഇത്ര നായ്ക്കളെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഇത്രയും നായ്ക്കളുണ്ട്. അതിൻ്റെ അർത്ഥം അവിടെ നിന്ന് മലയിലുണ്ടായിരുന്ന നായ്ക്കൾ തിരിച്ചെത്തിയെന്നാണ്. അങ്ങനെ ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്താണ് വാച്ച് ചെയ്ത് അർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ശരിക്കും ഒരു എഡിറ്റർ സിനിമ സെലക്ട് ചെയ്യുക? ആദ്യമേ സ്ക്രിപ്റ്റ് കേട്ടിട്ടായിരിക്കും, അതോ ഈ ക്രൂവിനോട് കൂടെ എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യുകയാണോ? എങ്ങനെയാണ് ചേട്ടൻ ചെയ്യാറ്? അല്ല, എനിക്ക് തോന്നുന്നു മലയാളത്തിലത്തെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ പ്രൊജക്ട്സും എഡിറ്റർമാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര, അതായത് 200-300 എഡിറ്റർമാരുണ്ടാവും മലയാളത്തിൽ. അത്രയ്ക്കുള്ള പ്രൊജക്ട്സ് ഒന്നും അവിടെ സംഭവിക്കുന്നില്ലല്ലോ. 200-ൽ താഴെയുള്ള പ്രൊജക്ട്സേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ചൂസ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇതെല്ലാം ഓൾമോസ്റ്റ് എല്ലാ പ്രൊജക്ട്സും ഒരു കംഫർട്ടബിൾ ടീമിലാണ് നടക്കുന്നത്. എല്ലാ ഡയറക്ടർമാർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എഡിറ്റർ ഉണ്ടാവും. ഓൾമോസ്റ്റ് അത് തന്നെ റിപ്പീറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാറുന്നതൊക്കെ എന്തെങ്കിലും ടെക്നിക്കൽ റീസണോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ ഒരു പരിധി വിട്ടൊന്നും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ഇന്ന കഥ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം പറയാം, ഇന്ന കുഴപ്പങ്ങൾ ഫീൽ ചെയ്തു, പരിഹരിക്കാൻ പറ്റണതാണെങ്കിൽ പരിഹരിക്കാം എന്ന് പറയാം. പിന്നെ ചൂസിങ്ങിൽ അങ്ങനെ ഒരു വൻ ക്രൈറ്റീരിയകളൊന്നും വെക്കാറില്ല നമ്മൾ. എന്തായാലും സ്ക്രിപ്റ്റ് ആദ്യമേ കേട്ടിട്ട് ചൂസ് ചെയ്യുന്ന അങ്ങനത്തെ അല്ല, സ്ക്രിപ്റ്റ് കേൾക്കും ഉറപ്പായിട്ടും. അതായത് പ്രൊജക്റ്റ് നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് കേൾക്കും. ഞാൻ പറഞ്ഞ സെലക്ഷൻ എന്ന് പറയുന്നത്, സെലക്ഷൻ നമ്മളിപ്പോൾ ഒരു ഇത് കേട്ടിട്ട് വേണ്ടാന്ന് വയ്ക്കുക, അങ്ങനെയൊക്കെ വളരെ ചുരുക്കേ സംഭവിക്കാറുള്ളൂ. എനിക്കൊന്ന് സൂരജേടൻ സ്ക്രിപ്റ്റ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടി ഇപ്പം ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ കേട്ടു. കഴിഞ്ഞ 2-3 സിനിമയായിട്ട് കിഷ്കിന്ധ കാണ്ഡത്തിലായാലും എക്കോയിലാണെങ്കിലും അത് ശരിക്കും എഡിറ്റിംഗ് ടേബിളിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചധികം ഹെൽപ്പ് ചെയ്യാറുണ്ടോ? നമ്മൾ അത്രയും പ്രിപ്പയർഡ് ആവും. അതായത് ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നാവുന്നതിനേക്കാളും നമ്മൾ ആദ്യമേ സ്ക്രിപ്റ്റ് വായിച്ച് പ്രിപ്പയർ ചെയ്തിരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കഥയായിട്ട് നമുക്കൊരു എന്താ പറയുക, കുറച്ചുകൂടി ഈസി ആവും, പ്രോസസ്സ് ഈസി ആവും. പിന്നെ ഈ സ്ക്രിപ്റ്റ് എഡിറ്റിംഗ് വേണ്ടി വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഷൂട്ടിംഗ് ചില പ്രൊജക്റ്റുകളിൽ നമ്മൾ എന്താ പറയുക, ഒരുപാട് ഫുട്ടേജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പോൾ ഒരു 70 ദിവസം 80 ദിവസമൊക്കെ ഷൂട്ട് ചെയ്ത പ്രൊജക്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മളതിൽ നിന്നൊരു 10 ദിവസത്തൊക്കെ ഫുട്ടേജ് നമുക്ക് യൂസ് ചെയ്യാതെ വരും. ഇപ്പോൾ ഒരു 3 മണിക്കൂറുള്ള പടത്തിന് നമ്മൾ 2.5 മണിക്കൂറാക്കി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പെർസെൻറ്റേജ് പോയല്ലോ. കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു സിനിമയ്ക്ക് ഒരു 5 കോടി രൂപ മുതൽ മുടക്ക് വന്നു, അല്ലെങ്കിൽ 10 കോടി രൂപ മുടക്ക് വന്നു, ഒരു അരമണിക്കൂർ പോവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കോസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ ഇപ്പോൾ ചിലപ്പോൾ പ്രൊഡ്യൂസർമാർ പറയും, ഇത് മുന്നേ തന്നെ നിങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്ത് കളയുന്നതിനേക്കാളും ആദ്യമേ ഇതൊന്ന് ഇങ്ങനൊരു നീളം കൂടുതലുണ്ട് എന്ന് മനസ്സിലായാൽ അങ്ങനെ കൺട്രോൾ ചെയ്ത് ഷൂട്ട് ചെയ്യുന്നതാണല്ലോ നല്ലത്. പ്രത്യേകിച്ച് കേരളം പോലുള്ള ചെറിയ സ്ഥലത്ത് നമുക്ക് ലിമിറ്റഡ് തിയേറ്റേഴ്സേ ഉള്ളൂ. ഇതുപോലെ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് കട്ട് ഡൗൺ ചെയ്യേണ്ടി വന്ന സിനിമ ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. അതായത് 3 മണിക്കൂറിൽ കൂടുതൽ ഫസ്റ്റ് കട്ട് ഉണ്ടായിരുന്നിട്ട് ഫൈനൽ 2:15 2:20 ആയിട്ടുള്ള സിനിമകളുണ്ട്. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് ഈ ഡയറക്ടറിനെയും ബാക്കിയുള്ളവരെയും കൺവിൻസ് ചെയ്യുക? ഇപ്പോൾ പറഞ്ഞു കോസ്റ്റ് കട്ടിംഗ് ആണ്, അവർ ഇത്രയും ചിലവഴിച്ച ഒരു സിനിമയിൽ ഇത്ര ഭാഗങ്ങൾ, ചിലപ്പോൾ ഏറ്റവും കൂടുതൽ കോസ്റ്റ് ചിലവഴിച്ച സീനായിരിക്കും കട്ട് ചെയ്ത ആളെ എഡിറ്റർ. അപ്പോൾ അതിനെങ്ങനെയാണ് കൺവിൻസ് ചെയ്യുക? അതായത് ഡയറക്ടറും പ്രൊഡ്യൂസറും ഇതിന് വില്ലിങ് ആവണം കേട്ടോ. അതായത് അവർ പറയുന്ന അവരുടെ ഒരു വാക്കിൻ്റെ പുറത്തേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഔട്ട്പുട്ട് നല്ലതായിരിക്കണം. അതായത് ഇത് വെച്ചത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഡാമേജ് ആയിരിക്കും കൂടുതൽ. ഇപ്പോൾ പടം മോശമായി ചിലപ്പോൾ ഒരു വാക്ക് വരുന്നതിനേക്കാൾ നന്നായി എന്ന് പറയുന്നത് തന്നെയാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അവരുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് എന്തായാലും തീരുമാനിക്കാൻ പറ്റില്ല. അതിന് വില്ലിങ് ആയിട്ടുള്ള ഡയറക്ടറും പ്രൊഡ്യൂസറും വേണം. ഡയറക്ടേഴ്സുള്ള റാപ്പോർട്ട് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇങ്ങനെ ചിലപ്പം ഡയറക്ടർ ഭയങ്കര ഹൈപ്പ് എന്നൊരു സീന് എഡിറ്റിംഗ് ടേബിളിൽ വന്നപ്പോഴത്തേക്കും സൂര്യചേട്ടന് തോന്നി വേണ്ടാന്ന്, അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവം? അല്ല, അങ്ങനെയുള്ള ഇതിൽ നമ്മൾ ഡിസ്കഷനിൽ ഉറപ്പായിട്ടും നല്ല സീരിയസ് ഡിസ്കഷൻസ് ഉണ്ടാവും. അതായത് നമ്മൾ വാദിക്കേണ്ടി വരും. ചില സമയത്ത് ഇപ്പോൾ ഡയറക്ടർ ചിലപ്പോൾ അവരുടെ എഫർട്ടായിരിക്കും, ചിലപ്പോൾ കുറേ ആൾക്കാർ ഈ പറയുന്ന പോലെ ചിലപ്പോൾ ഇത് മറ്റോണം പറയാട്ടോ, ചിലപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ചിലപ്പോൾ ആ ഒരു സീനിൽ മാത്രമുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും. അപ്പോൾ അവർ അത്രയും ആഗ്രഹിച്ചിട്ടൊക്കെ ചെയ്തായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അത് നമ്മൾ കളയാന്ന് പറയുന്നത് ശരിക്കും കുറേ രീതിയിൽ ഇത് ബാധിക്കുന്നുണ്ട് ശരിക്കും. എന്തിന് കളയുന്നു എന്നുള്ളതിന് നമുക്കൊരു കൃത്യമായിട്ട് ആൻസർ വേണം എന്തായാലും. ശരിക്കും ഒരു സിനിമയിൽ
ഒരു ഡയറക്ടറിന് എഡിറ്റിംഗ് അറിഞ്ഞിരിക്കേണ്ടത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ സീക്വൻസിൻ്റെ ഉദ്ദേശം ഇതാണ്. എഡിറ്റിംഗ് അറിയുമ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ ഷോർട്ട് ഡിവിഷൻ, അതായത് ഷൂട്ടിങ്ങിൽ സമയം ലാഭിക്കാൻ പറ്റും. പ്രധാനമായിട്ട് നമുക്ക് ഇന്നതാണ് വേണ്ടത് എന്നൊരു തീരുമാനം ഉണ്ടെങ്കിൽ, ഇത്രയും ഷോട്ടുകൾ വേണ്ടു എന്നൊരു തീരുമാനം ഉണ്ടെങ്കിൽ സമയത്തിൽ ഭയങ്കര ലാഭമുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എനിക്ക് തോന്നുന്നു സമയം, ബഡ്ജറ്റ് പ്ലസ് ക്യാമറമാന് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആംഗിളിൽ നിന്നുള്ള ഷോട്ടുകൾ മുഴുവൻ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ ലൈറ്റിംഗ് ഒന്നും പൊളിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ. 2010 ഫസ്റ്റ് ഫിലിം. 2010 ശരിക്കും ആദ്യത്തെ ഫീച്ചർ ഫിലിം 2014 വെള്ളിമൂങ്ങിയായിരുന്നു. പക്ഷെ എനിക്ക് അതിന് മുന്നേ 24 hours അത് ആക്ച്വലി ഫീച്ചറായിട്ടല്ല ചെയ്തത്. മീൻസ് അതൊരു ഹോം സിനിമ പോലത്തെ ഒരു പരിപാടിയായിരുന്നു. പിന്നെ അവരത് തിയേറ്ററിൽ റിലീസ് ചെയ്യാം എന്ന് ഷൂട്ട് ചെയ്തും ഒരു ചെറിയ എച്ച് ഡി ചെറിയൊരു ക്യാമറയിലായിരുന്നു. പിന്നെ അവർ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ തീരുമാനിക്കായിരുന്നു. പിന്നെ അപ്പോൾ അത്രയും നാളത്തെ വെള്ളിമൂങ്ങയാണെങ്കിൽ വെള്ളിമൂങ്ങയാണ് നല്ലൊരു ബ്രേക്ക് ത്രൂ തന്ന സിനിമ. ഇത്രയും നാൾ കഴിഞ്ഞു, ഇപ്പോൾ എക്കോ എത്തി നിൽക്കുന്നു, പുതിയ പ്രോജക്ട്സും ഫ്രണ്ടിലുണ്ട്. പണ്ട് എഡിറ്റ് ചെയ്തതിൽ ഇപ്പോൾ അതിനേക്കാൾ നന്നായിട്ട് റീ എഡിറ്റ് ചെയ്യാൻ കഴിയുമെന്ന് കോൺഫിഡൻസ് ഉള്ള എന്തെങ്കിലും സിനിമയുണ്ടോ എഡിറ്റ് ചെയ്തതിൽ? നമുക്ക് കഥ പറയുന്ന രീതിയും അതുപോലെ നമ്മുടെ എഡിറ്റിംഗ് അപ്രോച്ചുകളൊക്കെ ഓരോ പ്രൊജക്റ്റ് കഴിയുമ്പോഴും നമ്മളുടെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു വെള്ളിമൂങ്ങൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആക്ച്വലി പരസ്യങ്ങളാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്, TV കമേഴ്ഷ്യൽസ്. ഇപ്പോഴും അതെ. അപ്പോൾ അതിലുള്ളൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 40 സെക്കൻഡിൻ്റെ ഉള്ളിൽ കഥ പറയാന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഈ 40 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമുക്ക് കഥ പറയാൻ വേണം, പ്ലസ് ഈ ബ്രാൻഡിങ്ങും ഉണ്ടല്ലോ അതിൽ. ക്ലയൻറ്റിന് ആവശ്യമുള്ള ബ്രാൻഡിനെ സെല്ല് ചെയ്യാനും വേണം. അതെ അതെ അതെ. അപ്പോൾ ഈ 40 സെക്കൻഡ് നമ്മൾ അത്രയും കൃത്യമായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ അത് കുറേ കാലമായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഞാനിപ്പോൾ തുടങ്ങിയ സമയത്ത് 2003 തൊട്ട് ഈ പരസ്യങ്ങളുടെ എഡിറ്റ് ചെയ്തിരുന്നതുകൊണ്ട് ഒരു 2 മിനിറ്റ് മാസ്റ്റർ പരസ്യം ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ പറയും ഒരു 30 സെക്കൻഡ് വേണമെന്ന് പറയും. ഇപ്പോൾ പോയി യൂട്യൂബിന് വേണ്ടി 5 സെക്കൻഡ് വേണമെന്ന് പറയും. 5 സെക്കൻഡിനുള്ള ബ്രാൻഡിങ് വരണമെന്ന് പറയും. അപ്പോൾ അത് ചെയ്തിട്ടുള്ളൊരു പരിചയമുള്ളതുകൊണ്ട് നമുക്ക് ഈ എന്താ പറയുക ഷാർപ്പ് ചെയ്യാന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. വെള്ളിമൂങ്ങ ചെയ്യുമ്പോൾ നമുക്ക് പേടി ഉണ്ടായിരുന്നില്ല, സിനിമ ചെയ്യുകയാണെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കഴിയുമ്പോഴാണ് നമുക്ക് ഓരോ പ്രൊജക്റ്റ് കഴിയുമ്പോഴാണ് നമുക്ക് ഉത്തരവാദിത്തം കൂടിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ ചെയ്യുന്നതിൽ അത്രയും ശ്രദ്ധ പോരാ, നമുക്ക് ഓരോ പ്രൊജക്റ്റ് കഴിയുമ്പോഴാണ് നമുക്ക് ടെൻഷൻ കൂട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പ്രൊജക്റ്റിലല്ലായിരുന്നു ടെൻഷൻ. അപ്പോൾ കോമഡിയും ചെയ്തിട്ടുണ്ട്, അതേസമയം ഭയങ്കര ഒരു സൈലൻറ്റ് മിസ്റ്റീരിക് ആയിട്ടുള്ള കിഷ്കിൻ്റെ കാണ്ഡം മൂവി പോലത്തെ മൂവിയും ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാം കൂടെ ചേർന്ന കക്ഷി അമ്മിണിപ്പിള്ള എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇമോഷണൽ അങ്ങനത്തെ മൂവീസും ചെയ്തിട്ടുണ്ട്. ശരിക്കും ഏത് ജോണറാ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്? അതായത് ഇമോഷണൽ പരിപാടികളാണ് ശരിക്കും നമുക്ക് എന്താ പറയുക ഒരു എഡിറ്റർ എന്നുള്ള രീതിയിൽ വർക്കാവാൻ റിസ്ക് ഉള്ള ഏരിയ അതാണ്. ഇപ്പോൾ തമാശയാണെങ്കിലും അതെ, അതല്ലെങ്കിൽ ഇമോഷണൽ കരച്ചിലാണെങ്കിലും അതെ, അളവ് കൂടുകയോ കുറയുകയോ ചെയ്താൽ അത് ചിലപ്പോൾ വർക്കാവാതെ പോകും. എനിക്ക് തോന്നിയിട്ടുള്ളത് ആക്ഷൻ അങ്ങനെയുള്ളതിനേക്കാൾ റിസ്ക് കൂടുതൽ മറ്റേ എലമെൻറ്റിനാണ്. ശരിക്കും ആക്ഷനൊക്കെ ശരിക്കും നമുക്ക് എഫർട്ടാണ് കൂടുതൽ. അതായത് എന്താ പറയുക കുറച്ചും കൂടി കായികാധ്വാനമാണ് ആവശ്യം. എഡിറ്റർക്കാണെങ്കിലും അതിൽ പെർഫോം ചെയ്യുന്നവർക്കാണെങ്കിലും ഒക്കെ കായികാധ്വാനമാണ്. മറ്റേതിൽ അങ്ങനെയല്ല. മറ്റേത് നമ്മൾ നല്ലോണം ആലോചിച്ച് ചെയ്യേണ്ടതാണ്. ഒരു പൊടിക്ക് കൂടിയ ആൾക്കാർ പറയും അത് ഓവറായി എന്ന് പറയും. ഇപ്പോൾ ഇട്ടിമാണി എന്ന സിനിമ എഡിറ്റ് ചെയ്തപ്പോഴത്തേക്കും ലാലേട്ടന് കോമഡി സീൻസ് ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ലാലേട്ടൻ്റെ സൈഡിൽ നിന്ന് കോമഡി വരുമ്പോഴത്തേക്കും ലൈക്ക് ഒരു പൊടിക്ക് കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ പറയും കൂടിപ്പോയി എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എഡിറ്റ് ചെയ്യുമ്പോൾ അതൊരു പ്രഷറായിട്ട് തോന്നാറുണ്ടോ? ഒരു വലിയ സ്റ്റാറും കൂടെ ആണല്ലോ. അല്ലെ, സീനിയേഴ്സിൻ്റെ ഇതിൽ നമുക്ക് ഉറപ്പായിട്ട് അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പരിപാടി നമ്മൾ നോക്കേണ്ടത്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ദൃശ്യത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ദൃശ്യം ഇറങ്ങുന്നത് വരെ മൊത്തത്തിൽ ക്രൂവിന് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. അതായത് പുള്ളി പെർഫോം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മിനിമലായിട്ടാണ് പെർഫോം ചെയ്യണേ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു അത്രേ. പക്ഷെ അവർ പറയുന്നത് അവർക്ക് തിയേറ്ററിൽ കണ്ടപ്പോഴാണ്, അതായത് ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന അതാണ്. അതായത് ഇത്രയും രഹസ്യങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുള്ള ആൾ അത്രേ എക്സ്പ്രസ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളത് എനിക്ക് തോന്നും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവാൻ കുറച്ച് സമയം പിടിക്കും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ സീനിയേഴ്സുള്ള പ്രൊജക്റ്റ് നമ്മൾ കൂടുതൽ അവരെ പഠിക്കാനാണ് ശ്രമിക്കുന്നത്, നമ്മളുടെ എക്സ്പീരിയൻസിനേക്കാൾ കൂടുതൽ. അപ്പോൾ
ഈ എഡിറ്റ് ചെയ്ത് നിങ്ങൾ ഫസ്റ്റ് ഓഡിയൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്ററാണ് ഒരു സിനിമേൻ്റെ. അപ്പോൾ എഡിറ്റ് ചെയ്തതിൽ ഒരു അപ്കമിങ് ആക്ടർ എന്ന് തോന്നിയിട്ട് ഇയാൾ വലുതാകും എന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടോ? അല്ല, ഇപ്പം നമുക്ക് എക്കോ കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും തോന്നുന്നുണ്ട് സന്ദീപ് ഭയങ്കര കാലിബറുള്ള ആളാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ കുറേ പേരെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വെള്ളിമൂങ്ങ ചെയ്യുമ്പോൾ ആസിഫ് അലി അത്ര അധികം സിനിമകൾ ചെയ്തിട്ടില്ല. വെള്ളിമൂങ്ങ ചെയ്യുന്ന സമയത്ത് കണ്ട ആസിഫ് അലി അല്ല ഞാൻ കക്ഷിയമ്മനിപ്പിള്ള ചെയ്യുമ്പോൾ കാണുന്നത്. ടോട്ടലി മാറി. മീൻസ് പുള്ളിയുടെ കരിയറിലും ഭയങ്കര വ്യത്യാസം. എനിക്ക് തോന്നുന്നു കെട്ടിയോളാണ് എൻ്റെ മാലാഖ അതിന് മുന്നേ വന്നു. മൊത്തം പുള്ളിയുടെ കരിയർ മാറി. മൊത്തം എന്താ പറയുക, മറ്റേത് ഇങ്ങനെ ഭയങ്കര സെറ്റിൽ വന്ന് ഇങ്ങനെ ഏതെങ്കിലും ചെയറിലൊക്കെ ഇരിക്കുന്ന പാവം എത്താനായിട്ടുള്ള ഒരാളായിരുന്നു. ഇത് കഴിയുമ്പോൾ പുള്ളി മൊത്തം എന്താ പറയുക, ഭയങ്കര ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായി മാറി. കിഷ്കിൻ്റെ കാണ്ടം വന്നപ്പോൾ പിന്നെയും അല്ല, അപ്പോഴേക്കും പിന്നെയും ഒരുപാട് വർഷം കഴിഞ്ഞ്. ഞാൻ പറഞ്ഞത് അതിനൊക്കെ മുന്നേ ഓരോ സമയത്ത് എന്താ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുമല്ലോ. ഇപ്പോൾ എല്ലാ പ്രൊഫഷണലും എഡിറ്റിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. ഇപ്പോൾ ഇത് കിഷ്കിൻ്റെ കാണ്ടത്തിൽ ഒരുപാട് സൈലൻസ്, ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സിൽ ഭയങ്കര സൈലൻസ് പോകുന്നുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ശബ്ദങ്ങൾ മാത്രം ഉണ്ടായിട്ട് സൈലൻസ് ആയിട്ട്. നാച്ചുറലി ഒരു ഇമോഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ആൾക്കാരിലേക്ക് ഡെലിവർ ചെയ്യണമെങ്കിൽ ഒരു BGMോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതാവും ഒരു എളുപ്പ വഴി. പക്ഷെ ആ സൈലൻസ് ചിലയിടത്ത് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും വർക്കാവോ ഇല്ലയോ എന്നെങ്ങനെയാണ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക? അത് ഈ പറഞ്ഞ പോലെ മ്യൂസിക് ഡയറക്ടറുടെ കോളാണ്. നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തീരുമാനിക്കും ഇന്ന സ്ഥലത്ത് ഇത്രയും ഏരിയയിൽ ഇവിടം തൊട്ട് ഇവിടം വരെ മ്യൂസിക്, മറ്റേ സൗണ്ട് എഫക്ട്സ് ഉണ്ടെങ്കിൽ സൗണ്ട് എഫക്ട്സ് എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യും. മറ്റേത് ഒരു എന്താ പറയുക ക്രിയേറ്റീവ് കോളാണ് ശരിക്കും. ഡയറക്ടറും നമ്മളെല്ലാവരും കൂടി എടുക്കുന്ന ഒരു ക്രിയേറ്റീവ് കോളാണ്. അതായത് എന്തൊക്കെ കേൾപ്പിക്കണം എന്തൊക്കെ കേൾപ്പിക്കണ്ട എന്നുള്ളത്. ഒരു എഡിറ്റർ പെർസ്പെക്റ്റീവിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു എഡിറ്റർ നല്ലൊരു ടെക്നീഷ്യൻ ആയിരിക്കണോ നല്ലൊരു സ്റ്റോറി ടെല്ലർ ആയിരിക്കണം? എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം? ടെക്നീഷ്യൻ ആവുക എന്നുള്ളത് ഒരു ചിലപ്പോൾ 4-5 മാസം കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ ടെക്നിക്കുകൾ മനസ്സിലാക്കുക, അതല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയറിനെ ഹാൻഡിൽ ചെയ്യുക. അത് നമുക്ക് ചിലപ്പോൾ ഒരു 5-6 മാസം കൊണ്ട് നമുക്ക് എത്താൻ പറ്റും. പക്ഷെ കഥ പറയാൻ ഉള്ള കഴിവെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് ഓരോ സ്റ്റേജ് കഴിയുന്തോറും നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ തോന്നലിൽ നമ്മളിപ്പോൾ ഒരു BTechൻ്റെ ഒക്കെ ഒരു സമയമുണ്ടല്ലോ, അതായത് ഒരു 5 വർഷം എൻജിനീയറിംഗ് പഠനം, അതല്ലെങ്കിൽ അതുപോലൊരു 5 വർഷമെങ്കിലും നമ്മൾ ഇതിൽ എന്താ പറയുക ചെയ്തുകൊണ്ടിരുന്നാലേ എനിക്ക് തോന്നുന്നു നമ്മളൊരു എഡിറ്ററായി എന്ന് പറയാൻ പറ്റുള്ളൂ. എന്നെ അങ്ങനെ ഞാൻ വിലയിരുത്തണം. അതായത് കോഴ്സ് പഠിച്ചതുകൊണ്ട് ഞാൻ എഡിറ്ററായി ഞാൻ വിശ്വസിക്കാനില്ല. ആദ്യത്തെ ഒരു 5 വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക ഉദ്ദേശിക്കുന്ന പരിപാടികൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി തുടങ്ങിയത്. മറ്റേത് നമുക്ക് തരുന്ന സാധനം എഡിറ്റ് ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് ഇന്ന കാരണം കൊണ്ടാണ്, അതല്ലെങ്കിൽ ഇതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുന്നത് ശരിക്കും ഈ ഒരു ഇത്രയെങ്കിലും സമയം എടുത്തിട്ടാണ്. ഇനി ദിൻജിത്തുമായിട്ട് 3 സിനിമ ചെയ്തു, കക്ഷിയമ്മനിപ്പിള്ള, എക്കോ ആൻഡ് കിഷ്കിൻ്റെ കാണ്ടം. എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള 3ഉം ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ എങ്ങനെയാണ്? കക്ഷിയമ്മനിപ്പിള്ളയുടെ സമയത്താണ് പരിചയപ്പെടുന്നത്. അത് ആക്ച്വലി ഷൂട്ടൊക്കെ ചാർട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു. ഞാനുണ്ടായിരുന്നില്ല ആ സിനിമയിൽ. അപ്പോൾ നമ്മളുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാഫി ആയിരുന്നു ആ സിനിമയിലുണ്ടായിരുന്നത്. അപ്പോൾ ഷാഫി അവരുടെ എനിക്ക് തോന്നുന്നു അവർ ഉദ്ദേശിച്ചിരുന്ന എഡിറ്റർക്ക് എന്തോ ആ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഷാഫി ഒരു ദിവസം എന്നോട് വിളിച്ചിട്ട് തലശ്ശേരിക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ പോയപ്പോൾ അതിലാണ് ഈ ആദ്യമായിട്ട് ഈ സ്ക്രിപ്റ്റ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി ഉണ്ടായത്. ഇങ്ങനെ ഒരു 70 ദിവസത്തോളം ചാർട്ട് ചെയ്തിട്ടുള്ള അങ്ങനെയായിരുന്നു അവരെ ചാർട്ട് നിന്നായിരുന്നു. പക്ഷേ അതൊക്കെ ഒരു 40-45 ദിവസമേ പ്ലാനിലുള്ളൂ. അപ്പോൾ അതെങ്ങനെ ട്രിം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അന്നാണ് ആദ്യമായിട്ട് ഈ പരിപാടി ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ദിവസം രാവിലെ പോയി. ഞാനിവിടുന്ന് ഒരു രാവിലെ 6 മണിയുടെ ട്രെയിനിന് കയറി തലശ്ശേരി എത്തി. രാത്രി വരെ അവിടെ ഇരുന്നു. രാത്രി ട്രെയിനിന് തിരിച്ചു പോകുന്നു. പക്ഷേ അന്നത്തെ ഇരിപ്പ് ഭയങ്കര ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര 2 പേർക്കും കോൺഫിഡൻസ് ആയി. സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിലും അതെ, ഈ പറഞ്ഞ ടീമും നമുക്കൊരു ധൈര്യം കിട്ടി. അപ്പോൾ അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞ് കക്ഷിയമ്മനിപ്പിള്ള കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറേ നല്ല ഗ്യാപ്പ് എടുത്തു ശരിക്കും. മീൻസ് ദിൻജിത്തിൻ്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് സംഭവിച്ച് കിഷ്കിൻ്റെ കാണ്ടത്തിന് എനിക്ക് തോന്നുന്നു ഒരു 3 വർഷത്തിൻ്റെ ഗ്യാപ്പുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ ഡിസ്കഷൻ നടന്നു. അതിൻ്റെ ഇടയിൽ 2 കോവിഡ് സീസൺ കഴിഞ്ഞല്ലോ. ആ സമയത്തൊക്കെ അങ്ങനെ 3 സ്ഥലത്തിരുന്നിട്ട് ബാഹുൽ തലശ്ശേരിയിലാണ്, ദിൻജിത്ത് ചെന്നൈ സെറ്റിൽഡാണ്. അപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഗൂഗിൾ മീറ്റിലൊക്കെ ഇരുന്ന്
കഥകൾ പ്രിപ്പയർ ചെയ്തു, 1-2 സ്ക്രിപ്റ്റ് ഇങ്ങനെ എല്ലാം ലോക്കൊക്കെ ആക്കി. പക്ഷെ പ്രൊജക്റ്റ് ആയില്ല. പിന്നെ സംഭവിച്ച കിഷ്കിന്ത കണ്ടായിരുന്നു. അതൊരു 1.5 സംഭവമായിട്ടും മാറി. ഈ എന്തെങ്കിലും സീനില്ലേ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനേക്കാളും വലിയ ഇമോഷൻസ് എഡിറ്റിംഗ് ടേബിളിൽ കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും പെർട്ടിക്കുലർ സീൻ കിഷ്കിൻ്റെ കണ്ടത്തിലുണ്ടോ? അല്ല, എപ്പോഴും എക്സസ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ പെർഫോമൻസുകളെല്ലാം ആവശ്യത്തിൽ കൂടുതൽ പെർഫോമൻസുകൾ ഉണ്ടാവും. ഇമോഷൻ വർക്കാവാൻ ചിലപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ എഡിറ്റിങ്ങിൽ പറയുന്ന ഇപ്പോൾ 2 ഇൻസിഡൻറ്റുകളുടെ ഇടയിൽ നമ്മൾ വേറൊരു ഇൻസിഡൻറ്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം മാറും എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, നമ്മൾ എഡിറ്റിങ്ങിൽ പറയുന്നതാണ്. അപ്പോൾ അതുപോലെ എഡിറ്റിങ്ങിൽ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കുറേ. ഇപ്പോൾ ഒരു ഇമോഷൻ്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് ഒരു സിംബോളിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സംഗതികളൊക്കെ കാണിച്ചാൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷൻ വർക്കാവും. പക്ഷേ കിന്താണ്ടത്തിൽ അങ്ങനെ 1-2 ബൈ ചാൻസ് കിട്ടിയിട്ടുള്ള സംഗതികളുണ്ട്. ആ കുരങ്ങൻ്റെ ഡെഡ് ബോഡി കുഴിച്ചിടുന്ന സമയത്ത് ആക്ച്വലി ഈ മങ്കി സീക്വൻസ് എല്ലാം ലാസ്റ്റിൽ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അതിലൊരു വെറുതെ കിട്ടിയൊരു ഷോട്ടായിരുന്നു. ഒരു കുരങ്ങൻ ഒരു കൊമ്പിലിരുന്നിട്ട് വെറുതെ ഇരുന്ന് ക്യാമറയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇത് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇത് കുഴിച്ചിടുന്ന സമയത്ത് ആ ഷോട്ട് വന്നപ്പോൾ നമുക്ക് മ്യൂസിക് വൈസും ഫീൽ വൈസും ഭയങ്കര, ആക്ച്വലി ഇപ്പുറത്ത് നടക്കുന്ന കഥ ഇതാണല്ലോ, അതായത് മകൻ മരിച്ചിട്ടുള്ള അമ്മയാണ് ഇപ്പുറത്തുള്ളത്. അപ്പോൾ അങ്ങനെ ചില ബൈ ചാൻസ് കിട്ടുന്ന സംഗതികൾ, അതൊക്കെ പ്രീ പ്ലാൻഡ് ഒന്നുമല്ല, അതൊക്കെ എഡിറ്റിൽ നമുക്ക് ഇങ്ങനെ വന്ന് വീഴണതാണ്. അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്, തലവൻ പോലുള്ള. അപ്പോൾ ഈ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർ പെട്ടെന്ന് എൻഡ് ഗസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അല്ല, ചിലതൊക്കെ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു സെക്കൻഡാണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 4 ഫ്രെയിം കൂട്ടി വയ്ക്കും, ആൾക്കാർ ഒന്ന് ശ്രദ്ധ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ റൈറ്റിങ്ങിൽ തന്നെ ഈ പറഞ്ഞ പോലെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ആളുകളെയൊക്കെ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യും. ഇങ്ങനെ കണക്കൂട്ടലുകൾ, ഇതുപോലെ ഒരു ത്രില്ലർ ചെയ്തിട്ട് കണക്കൂട്ടലുകളെല്ലാം തെറ്റി ആൾക്കാർ ആദ്യമേ സ്റ്റോറി ഫുൾ മനസ്സിലാക്കി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, അതിപ്പോൾ ഏത് സിനിമ എടുത്താലും ഇപ്പോൾ ഒരു 80% ആൾക്കാരൊക്കെ നമുക്ക് എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 20% ആൾക്കാർ എന്തായാലും പറയാം. ഇത് നമ്മൾ തുടക്കത്തിലേ ആലോചിച്ചാണ്. പിന്നെ ഇപ്പോഴും പൊതുവെ അങ്ങനെ ഗസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു ബന്ധമില്ലാത്ത ആൾക്കാരായിരിക്കും ഇപ്പോൾ വരുന്നത്, ഇടയിൽ നിന്നൊക്കെ വന്ന് കയറുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അതിന് ഓരോ സമയത്തെ കഥ പറയുന്ന രീതി അനുസരിച്ചിട്ട് മാറും. ഒരു സിനിമേൻ്റെ ഫ്ലോ ശരിക്കും നിശ്ചയിക്കുന്നത് ഒരു എഡിറ്ററാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഫാസ്റ്റ് പേസ് ആണെങ്കിലും സ്ലോ പേസ് ആണെങ്കിലും ഒക്കെ അതൊരു എഡിറ്ററിൻ്റെ കൂടെ ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ സിനിമ തീരെ സ്ലോ ആവാനും പാടില്ല, അതേസമയം സിനിമ തീരെ ഫാസ്റ്റ് ആവാനും പാടില്ല എന്ന് പറഞ്ഞൊരു പേസിലേക്ക് പോകണമല്ലോ. അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഭയങ്കര കോൺഷ്യസ് ആയിട്ട് എപ്പോഴും ഉണ്ടായിരിക്കുമോ, അതോ അല്ലെങ്കിൽ ഓൾറെഡി ഒരു റിതം സെറ്റ് ചെയ്തിട്ടായിരിക്കുമോ അത് ചെയ്യുക? ഒരിക്കലും നമുക്കൊരു ഇപ്പോൾ ഫൈനൽ കാണുന്ന നമ്മൾ തിയേറ്ററിൽ കാണുന്ന ഒരു പേസിലേക്ക് നമ്മൾ ആദ്യമേ എത്തില്ല. എൻ്റെ പേഴ്സണൽ വർക്കിംഗ് സ്റ്റൈലാണ് കേട്ടോ പറയണത്. ഇതിങ്ങനെ നമ്മൾ മറ്റേ എന്താ പറയുക, പെൻസിലിനൊക്കെ ഷാർപ്പൻ ചെയ്യണ പോലെ പതിയെ നമ്മൾ ആ പേസിലേക്ക് എത്തുകയാണ്. നമ്മൾ ചിലപ്പോൾ ആദ്യം കാണുന്ന ഒരു ഫസ്റ്റ് കട്ടിൽ നമ്മൾ ഓക്കെ ഈ ഡ്യൂറേഷൻസ് ഓക്കെ എന്ന് തോന്നുന്നത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു 2 തവണ യൂസ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എവിടേക്കാണ് കൂടുതൽ വേണ്ടത്. മീൻസ് ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും, ഇമോഷൻസൊക്കെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും, അതുപോലെ ട്രിം ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളങ്ങനെ എത്തണതാണ് അതിലേക്ക്. അതുപോലെ പേസ് ബേസിക്കലി പറഞ്ഞ പോലെ പടത്തിൻ്റെ മൊത്തം പേസ് എന്തായിരിക്കണം എന്നുള്ളത് എഡിറ്ററുടെ മാത്രം തീരുമാനമല്ല. ഉറപ്പായിട്ടും മ്യൂസിക് ഡയറക്ടർ അതിൽ ഇൻവോൾവ് ചെയ്യും. ഡയറക്ടർക്ക് ഉറപ്പായിട്ടും ഇതിങ്ങനെയാണ് വേണ്ടത് എന്നുണ്ടാവുമല്ലോ, ഈ സീക്വൻസിൻ്റെ ഇമോഷൻ ഇതാണ്, ഇത്ര സമയത്തിനുള്ളിൽ തരണം എന്നുള്ളൊക്കെ ഒരു തീരുമാനങ്ങളുണ്ടാവും. അതിലിപ്പോൾ നമ്മൾ ടെക്നിക്കലി ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ മ്യൂസിക്കിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടർ ഒരു ഫസ്റ്റ് സ്ക്രാച്ച് തരും, അത് വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടി എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യും. ശരിക്കും എഡിറ്റിംഗ് ചെയ്തെന്ന് തോന്നിക്കാത്ത സിനിമകളാണോ എഡിറ്റിംഗ് ചെയ്തെന്ന് തോന്നിക്കുന്ന സിനിമകളാണോ ഏറ്റവും അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നത്? ചിലരിങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, സിനിമ കാണുമ്പോൾ നമുക്കത് എഡിറ്റ് ചെയ്യരുതെന്ന് തോന്നരുതെന്ന്. പക്ഷേ നമ്മൾ തല്ലുമാല പോലുള്ള സിനിമകൾ കാണുമ്പം അത് എഡിറ്റിംഗ് കാണിച്ചാലേ അതിനൊരു ബ്യൂട്ടി ഉണ്ടാവും. എന്താണോ അത്? ശരിക്കും എന്താ, ഞാൻ സിനിമ കാണുമ്പോൾ അതിലത്തെ കഥ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. അതായത് അതിൽ മ്യൂസിക് ഉണ്ടോ ഒന്നും ഞാൻ ആദ്യത്തെ കാഴ്ചയിൽ ഇതൊന്നും എൻ്റെ മനസ്സിൽ വരാറില്ല. മുഴുവനായിട്ടും കഥയിലാണ്.
എപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഡിസ്കണക്റ്റ് ആവുന്നു അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ചു തുടങ്ങും. എഡിറ്റിങ്ങിൽ ഇന്ന കുഴപ്പമുണ്ട്, മറ്റേ മ്യൂസിക്കിന് ഇന്ന കുഴപ്പമുണ്ട്, അതല്ലെങ്കിൽ മറ്റേ ആ സ്ഥലത്തെത്തിയപ്പോൾ ഇന്ന പ്രശ്നമുണ്ട് എന്നൊക്കെ നമ്മൾ ആ സ്റ്റോറിയിൽ നിന്ന് ഡിസ്കണക്റ്റ് ആകുമ്പോഴാണ് എന്നെ സംബന്ധിച്ച് ഇതെല്ലാം ശ്രദ്ധിക്കണത്. എൻ്റെ തോന്നലിൽ എഡിറ്റിംഗ് അറിയാൻ പാടില്ല. ഞാൻ എല്ലാ പ്രൊജക്റ്റും അല്ല കേട്ടോ പറയണേ, ഇതുപോലെയുള്ള സ്ട്രോങ് സ്റ്റോറീസ് പറയുന്നത്. നേരെ മറിച്ച് നമുക്കിപ്പോൾ ഗിമ്മിക്കുകൾ, ഇപ്പോൾ എന്താ പറയുക, അങ്ങനെയുള്ള ഇപ്പോൾ ഡ്യൂഡൊക്കെ പോലത്തെ സിനിമകൾ, അതൊക്കെ ഭയങ്കര ഹൈ എനർജിയുള്ള സിനിമകളാണ്. അപ്പോൾ അതിൽ ഒക്കെ എനിക്ക് തോന്നുന്നു എന്താ പറയുക, ശ്രദ്ധിച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെയുള്ള ഗിമ്മിക്കുകളും ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഫോർ ദ പീപ്പിൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ, അതൊക്കെ എന്താ പറയുക, അന്നത്തെ സമയത്ത് ഭയങ്കര പരീക്ഷണങ്ങളായിരുന്നു ആ സിനിമകളൊക്കെ. ക്യാമറ മൂവ്മെൻ്റ് ആണെങ്കിലും എഡിറ്റിംഗ് സ്റ്റൈലാണെങ്കിലും ഒക്കെ ഭയങ്കര പരീക്ഷണ ചിത്രമായിരുന്നു അത്. അങ്ങനെയുള്ളതിലൊക്കെ ഈ പറഞ്ഞ പോലെ എഡിറ്റിംഗ് നോട്ടീസ് ചെയ്യും ഉറപ്പായിട്ടും. ആ അപ്രോച്ച് അങ്ങനെയാണ്. ഇതുപോലത്തെ കഥകളിൽ എഡിറ്റിംഗ് നോട്ടീസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഉറപ്പായിട്ടും, പ്രത്യേകിച്ച് ഈ ഇമോഷണൽ കഥകൾ പറയുമ്പോൾ. ഇപ്പോൾ എഡിറ്റിംഗ് ഭയങ്കരമായിട്ട് റിവോൾവായി, വരെ യൂസ് ചെയ്ത് ടെക്നോളജീസൊക്കെ ഭയങ്കരമായിട്ട് മാറി. ഇത്രയും നാൾ കണ്ടതിൽ ലൈക്ക് ഇങ്ങനെയാണ് ഒരു സിനിമ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇമ്പ്രസ് ചെയ്ത എന്തെങ്കിലും സിനിമകളുണ്ടോ? നമുക്ക് ആദ്യകാലം തൊട്ടേ നമ്മൾ കണ്ട് എന്താ പറയുക, മാസ്റ്റർ പീസ് എന്നൊക്കെ പറയാവുന്ന ഒരുപാട് സിനിമകളുണ്ട്. നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ തൊട്ട് കണ്ടു തുടങ്ങിയ സിനിമകൾ തൊട്ട് അന്നത്തെ കാലത്തൊക്കെ ഇപ്പോൾ ബെൻഹർ പോലുള്ള സിനിമകളൊക്കെ അന്നൊക്കെ എങ്ങനെ എഡിറ്റ് ചെയ്തു നമ്മൾ ആലോചിക്കും. ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ പോലും നമ്മൾ പ്രിയദർശൻ സിനിമകളൊക്കെ ഇപ്പോൾ കാണുമ്പോൾ അന്ന് ഈ പറയുന്ന ഈ വർക്ക് ഫ്ലോ ഇല്ല. ഇപ്പം നമുക്ക് ഒരു എന്താ പറയുക, എഡിറ്റ് ചെയ്ത് മ്യൂസിക് വെച്ച് എഡിറ്റ് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും എത്ര വേണമെങ്കിൽ റീവർക്ക് ചെയ്യാം, ഒക്കെ ഫൈനൽ മിക്സ് കഴിഞ്ഞാലും നമുക്ക് റീഡൂ ചെയ്യാം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ഫ്രീഡം വന്നില്ല. അതായത് ഫിലിം നെഗറ്റീവ് കട്ട് ചെയ്തതാണ്, പിന്നെ അത് വീണ്ടും ജോയിൻ ചെയ്തിട്ടുള്ള പരിപാടി ഇല്ല. അങ്ങനെ അന്നത്തെ കാലത്ത് അവർ മൊണ്ടാഷുകളൊക്കെ എഡിറ്റ് ചെയ്ത് തരുന്ന മീൻസ് ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും ശരിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നു പഴയ ക്ലാസിക്കുകൾ തൊട്ട് ഇങ്ങോട്ട് എടുത്ത ഈ ഇടയ്ക്ക് കണ്ട സിനിമകളിൽ എന്തെങ്കിലും അങ്ങനെ ഇംപ്രസ് ചെയ്തിരുന്നു? എനിക്ക് ഇപ്പം നമ്മളെ അങ്ങനെ എഡിറ്റിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ ഞെട്ടിച്ച് വെച്ചപ്പോൾ തമിഴിൽ മഹാരാജ ഉണ്ടായിരുന്നു, വിജയ് സേതുപതിയുടെ. അത് ഇതുപോലെ കഥ പറച്ചിൽ ഭയങ്കര രസമായിരുന്നു. അതിൽ എനിക്ക് ശ്രീകർ പ്രസാദ് സാറിൻ്റെ മിക്കവാറും സിനിമകളൊക്കെ എഡിറ്റിംഗ് നമ്മളങ്ങനെ ടെക്സ്റ്റ് ബുക്ക് പോലെ നോക്കാറുള്ളതാണ്. പണ്ടൊക്കെ എഡിറ്റർ അത്ര ഒരു ഓഡിയൻസിന്, നോർമൽ ഓഡിയൻസിന് അത്ര വിസിബിൾ അല്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ അധികം വിസിബിൾ ആവാൻ തുടങ്ങി. ഡയറക്ടറും സിനിമാറ്റോഗ്രാഫറും അങ്ങനെയൊന്നും അല്ലാണ്ട് എഡിറ്ററും വിസിബിൾ ആവാൻ തുടങ്ങി. ഇപ്പോൾ ലൈക്ക് ലോകയിൽ ആ സോൾട്ട് മറിച്ചിട്ട് വന്ന സീനായാലും ലൈക്ക് അങ്ങനത്തെ എഡിറ്റിംഗ് സംഭവങ്ങളും ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അതിനെപ്പറ്റി എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ആളുകൾ ഉപയോഗിച്ചു തുടങ്ങിയതാണ്. പണ്ട് ഈ മേഖലയെ പറ്റിയിട്ട് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അതായത് ഇത് കംപ്ലീറ്റ്ലി ഡാർക്ക് റൂം ജോബായിരുന്നു, മറ്റേ ലാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നേ ഇല്ല, കേരളത്തിൽ ഫിലിം എഡിറ്റിംഗ് ലാബേ ഉണ്ടായിരുന്നില്ല. ചെന്നൈ മാത്രമേ ഉണ്ടായിരുന്നു, മറ്റേ പ്രസാദ്, ജെമിനി എന്നൊക്കെ പറയുന്ന ലാബുകൾ മാത്രമേ ഉണ്ടായിരുന്നു. ആർക്കും അറിയണ്ടായിരുന്നില്ല ഫിലിം എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഇത് ഡിജിറ്റലായപ്പോഴാണ് നമുക്കൊക്കെ പഠിക്കാൻ അവസരം ഉണ്ടായത്. ഇപ്പം നോൺ ലീനിയർ എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് കമ്പ്യൂട്ടറിൽ ചെയ്തു തുടങ്ങിയപ്പോഴാണ് നമുക്കൊക്കെ പഠിക്കാൻ അവസരം ഉണ്ടായത്. ഞങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയത്തും വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പക്ഷേ യൂട്യൂബിൽ ആർക്കും പഠിക്കാമല്ലോ എഡിറ്റിംഗ്. അതായത് ഇപ്പോൾ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും അത്യാവശ്യം ഒരു ബേസിക് എഡിറ്റിംഗ് അറിയാം. അതായത് അവർ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് അവർക്ക് തന്നെ അത്യാവശ്യം എഡിറ്റിംഗ് അറിയാം. എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഫുള്ളി സക്സസ് ആവുമെന്ന് തോന്നിയിട്ട് ചിലത് തിയേറ്ററിൽ സക്സസ് ആവാണ്ടിരിക്കുമല്ലോ. അതുപോലെ തന്നെ ചിലത് നമുക്ക് നന്നാവില്ല എന്ന് തോന്നും, പക്ഷേ തിയേറ്ററിൽ ഭയങ്കര നന്നാവുകയും ചെയ്യും. അങ്ങനെ ഹഞ്ച് നേരത്തെ എടുക്കാറുണ്ടോ? അല്ല, നമുക്ക് അങ്ങനെ പ്രതീക്ഷ തെറ്റിയിട്ടുണ്ട്. അതായത് സബ്ജക്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തു വന്നിട്ട് തിയേറ്ററിൽ വർക്കാവാണ്ട് പോയിട്ടുള്ള സിനിമകളുണ്ട്. അതുപോലെ വലിയ പ്രതീക്ഷകളില്ലാതെ പക്ഷെ നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള സിനിമകളുണ്ട്. അപ്പോൾ എക്കോ ഇതിലേതായിരുന്നു? എക്കോന് നമുക്ക് ഉറപ്പായിട്ടും കിഷ്കിന്ധാഖണ്ഡത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അതായത് കിഷ്കിന്ധാഖണ്ഡത്തിന് അഡ്രസ്സ് ഇല്ലായിരുന്നു നമുക്ക്. അതായത് മറ്റേത് മേക്കേഴ്സ് ഓഫ് കിഷ്കിന്ധാഖണ്ഡം എന്നുള്ളൊരു ടാഗ് ലൈൻ വരുമ്പോൾ ഉറപ്പായിട്ടും ആൾക്കാർ വെറുതെ കാണില്ല, മീൻസ് ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ കാണില്ല, എക്സ്പെക്ടേഷൻസ് വെച്ചിട്ടാവും. അല്ല അങ്ങനെയല്ല, ഇതിന് ഉറപ്പായിട്ടും ഇത് ഒരു തമാശ വെറുതെ ചെയ്ത സിനിമയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആരും കയറില്ല. അത് കുറച്ച് പ്രതീക്ഷിച്ചിട്ടേ കയറുള്ളൂ. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പിന്നെ കഥയിൽ കോൺഫിഡൻസ് ഉണ്ട്. ഇത് നമ്മൾ
പറയാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആൾക്കാർ കാണുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ എനിക്ക് ഉണ്ടായിരുന്നൊരു സംശയം. അതായിരുന്നു ഫുൾ ഇങ്ങനെ ഒരു സെക്കൻഡ് പോലും നമുക്ക് സിനിമയിൽ നിന്ന് മാറാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ തിയേറ്ററിലൊക്കെ സ്ഥിരം കാണുന്നൊരു കാഴ്ചയാണ്, ഒരു ചെറിയൊരു ലാഗ് വന്നാൽ അപ്പോൾ ആൾക്കാർ മൊബൈലിലേക്ക് പോകും. അപ്പോൾ ഇത് അങ്ങനെ ഭയങ്കര എന്താ പറയുക, ഫുൾ ഡയലോഗ് ഡ്രിവൺ ആണ്. അപ്പോൾ ആ തരത്തിലുള്ള സിനിമ ആൾക്കാരെങ്ങനെ കാണും എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടായിരുന്നു. നമ്മളെ നല്ലോണം ഫീഡ് ചെയ്യിപ്പിക്കുന്ന സിനിമകളാണ് പൊതുവെ ഇവിടെ കണ്ടുപരിചയമുള്ളത്. മനസ്സിലാക്കിക്കണം എന്നുള്ളൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു പ്രൊജക്റ്റ് എങ്ങനെ എടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു ഉണ്ടായിരുന്നു. നമുക്കല്ലാതെ കഥയിലുള്ള കൺഫ്യൂഷൻ അല്ലായിരുന്നു. എങ്ങനെയാണ് ശരിക്കും എഡിറ്റിങ്ങിലേക്ക് വരുന്നത്? സിനിമ ഇഷ്ടമായിട്ട് സിനിമ എഡിറ്റിംഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണോ? കാരണം ബാക്കി എല്ലാ വീഡിയോ എഡിറ്റിങ്ങിനേക്കാളും ഡിഫറെൻ്റ് ആണ് ഫിലിം എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ സത്യത്തിൽ ഫിലിം എഡിറ്റിംഗ് ഉദ്ദേശിച്ചിട്ടല്ലായിരുന്നു പഠിച്ചത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, അഡ്വർടൈസിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ കസിന് ഒരു ഏജൻസി ഉണ്ടായിരുന്നു, അഡ്വർടൈസിങ് ഏജൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മറ്റേ പ്രസൻറ്റേഷൻസ് ആദ്യം പവർ പോയിന്റിൽ പിന്നെ ഫ്ലാഷിലൊക്കെ ചെയ്യായിരുന്നു. ബേസിക്കലി ഞാൻ കമ്പ്യൂട്ടറായിരുന്നു, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആയിരുന്നു ചെയ്തിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഈ ഫ്ലാഷിലൊക്കെ ചെയ്ത അനിമേഷൻ പോരാ, കുറച്ചുകൂടി വീഡിയോ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ അന്വേഷിച്ച ആ സമയത്ത് തൃശ്ശൂർ ചേതനയിൽ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, നോൺ ലീനിയർ എഡിറ്റിംഗ് ഫൈനൽ കട്ട് പ്രോ എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയി കോഴ്സ് പഠിച്ചു. അപ്പോൾ അതൊരു പർട്ടിക്കുലർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. അത് കഴിഞ്ഞു ഞാൻ കോഴ്സൊക്കെ അവസാനിപ്പിച്ച് വീണ്ടും തൃശ്ശൂർ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാണ്ട് നടക്കുന്ന സമയത്താണ് ഇവിടെ എറണാകുളത്ത് ലാൽ മീഡിയ എന്നിട്ട് സ്റ്റുഡിയോയിലേക്ക് കോൾ വന്നത്. അപ്പോൾ അവിടെ വരുമ്പോഴും എനിക്ക് അവിടുത്തെ ആക്ടിവിറ്റി എന്താണെന്ന് അറിയില്ലായിരുന്നു. അവിടെ നടക്കുന്ന പ്രൊജക്ട്സോ അല്ലെങ്കിൽ അവിടുത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയില്ല. അത് സിദ്ദിഖ് ലാൽ സാറിൻ്റെ ആണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ വരുമ്പോൾ ഞാൻ വന്ന് കയറുമ്പോൾ ഇങ്ങനെ സ്വപ്നക്കൂട് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ പോസ്റ്ററുകളൊക്കെ കാണാനുണ്ട്. അങ്ങനെ അവിടെ തന്നപ്പോഴാണ് മനസ്സിലായി ഇതൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഇത്. അങ്ങനെ അവിടെ എത്തി നമ്മൾ പിന്നെ പതുക്കെ നമുക്ക് മനസ്സിലായി ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയാണെന്ന് മനസ്സിലായി. പിന്നെ ചെയ്ത് നമ്മളങ്ങോട്ട് ഇഷ്ടപ്പെടുകയാണ് ഉണ്ടായത് ശരിക്കും ജോലി. എഡിറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കുറച്ചും കൂടി ഇമോഷണലി എക്സ്പ്രസ് ചെയ്യുന്ന സിനിമകളാണെന്ന് പറഞ്ഞു. അപ്പോൾ കാണാൻ ഇഷ്ടമുള്ള എങ്ങനത്തെ സിനിമകളാണ്? കാണാൻ എല്ലാ തരത്തിലുള്ള സിനിമയും കാണും, എല്ലാ ജോണർ കാണും. ചെയ്യുമ്പോഴും അതെ, എനിക്ക് തോന്നുന്നു റിപ്പീറ്റ് ആവാതിരിക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. അതായത് ഇപ്പോൾ ഈവൻ അറ്റ് എ ടൈം 2 പ്രൊജക്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ പോലും രണ്ടും 2 തരത്തിലുള്ള സിനിമയാവാൻ നല്ലത്. അപ്പോൾ നമുക്ക് ജോലി മടുക്കില്ല ഒരിക്കലും. പരസ്യത്തിനുള്ള കമേഴ്ഷ്യൽസിനുള്ളൊരു ഗുണം അതാണ് കേട്ടോ. അതായത് എല്ലാ ദിവസവും പുതിയ കഥകളാണ്, പുതിയ പ്രൊഡക്റ്റ്, പുതിയ കഥകൾ. അപ്പോൾ റിപ്പീറ്റ് ഇല്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ. പരസ്യങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്, പ്രൊഡക്ട്സിൻ്റെ പരസ്യം കാണുന്നത് ഇപ്പോൾ AI ജനറേറ്റഡ് ആണ്. അതൊരു ചലഞ്ചിങ് ആയിട്ട് തോന്നാറുണ്ട്? ഉറപ്പായിട്ടും അതെ, ചലഞ്ചിങ് തന്നെയാണ്. അതായത് പ്രൊഡക്ഷനുകളിലൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2023 അല്ലെങ്കിൽ 2024 കമ്പയർ ചെയ്യുമ്പോൾ 2025 ഷൂട്ടഡ് കമേഴ്ഷ്യൽസിൻ്റെ എണ്ണം കുറവാണ് ശരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതും അറിയില്ല ഇത് ഏത് സ്റ്റേജിലേക്കാണ് പോകുന്നത് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ ആഴ്ചയിലും ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക ക്ലിങ്ങോ അതല്ലെങ്കിൽ മറ്റേ എന്താ പറയുക മിഡ്ജേണി പോലെയുള്ള AI ആപ്പുകളൊക്കെ നോക്കിയാൽ ഓരോ ആഴ്ചയിലും അവർ പുതിയ വേർഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് എങ്ങടാ പോകാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നമുക്കിപ്പോൾ AI മടുത്തു തുടങ്ങിയിട്ടുണ്ട്. AI വീഡിയോസൊക്കെ നമുക്ക് ചെറുതായിട്ട് ഇത് കാണുമ്പോൾ തന്നെ AI വീഡിയോ ആണെന്നും ഇത് ലൈഫില്ല എന്നൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും മാൻ മെയ്ഡ് സാധനങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ മറ്റേ ഹാൻഡ് മെയ്ഡ് ക്ലോത്ത് ആയിക്കോട്ടെ, ഹാൻഡ് മെയ്ഡ് എന്തിനും ഹാൻഡ് മെയ്ഡിനൊരു മനുഷ്യൻ ചെയ്യുന്നതിന് എന്നും ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഫിലിമിങ്ങും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു മാൻ മെയ്ഡ് ഫിലിമുകൾക്ക് തന്നെയായിരിക്കും ഡിമാൻഡ്. ഇത്ര നേരം ചെയ്ത് കഴിഞ്ഞ വർക്കുകളെ പറ്റി സംസാരിച്ച് ഇനി ചെയ്യാൻ പോകുന്ന പ്രൊജക്ട്സ് ഉണ്ട്, ഏതൊക്കെയാണ്, എന്താ? ഇപ്പോൾ ഇമ്മീഡിയറ്റ് റിലീസുള്ളത് പ്രകമ്പനം എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം വരാനിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ജഗൻ ഷാജി കൈലാസിൻ്റെ ഒരു പ്രൊജക്റ്റ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് രണ്ടുമാണ് ഇപ്പോൾ ഓൺഗോയിങ് പ്രൊജക്ട്സ്. പിന്നെ ഈ മന്ത് എൻഡിൽ പെൻഡുലം എന്ന് പറഞ്ഞിട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൊരു റെജിൻ ഉണ്ട്. റെജിൻ്റെ ഒരു പ്രൊജക്റ്റ് ഈ മന്ത് എൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്ര നേരം ചെയ്ത വർക്കുകളെ കുറിച്ച് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന വർക്കുകളെ കുറിച്ചൊക്കെ പറഞ്ഞ് സിനിമ എഡിറ്റിങ്ങിനെ കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.